ഹലോ മൈ ബ്യൂട്ടിഫുൾ ലിലീസ്, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ എൻ്റെ മാനിഫെസ്റ്റിംഗ് അനുഭവങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ്. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ കാര്യത്തിന് വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുക കൂടി വേണമെന്ന് ഞാൻ ഉണർത്തുന്നു. ഉദാഹരണത്തിന്, ഒരു യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരാൾക്ക് 100K സബ്സ്ക്രൈബേഴ്സ് മാനിഫെസ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെ ആയിരിക്കും സ്ഥിതി. സോ അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ദിവസവും ഒരു 21 ഗോൾസ് അല്ലെങ്കിൽ ഒരു 21 ആഗ്രഹങ്ങൾ ഞാൻ എൻ്റെ ജേണലിൽ എഴുതി വെക്കാറുണ്ട്. ഇനി അതിൽ പ്രയോറിറ്റി ഉള്ള ഒരു ലക്ഷ്യം, ആ ഒരു ആഗ്രഹത്തെ നമുക്ക് ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഗോൾ സെറ്റിങ്ങിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള വഴി നമ്മൾ കണ്ടുപിടിക്കണം. അതിനായി നമ്മൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ? അതിൽ നിന്നുണ്ടാകുന്ന ഏതൊരു കാര്യത്തിനും നിങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? നിങ്ങളുടെ കയ്യിൽ എന്ത് റിസോഴ്സാണുള്ളത്? ഇനി എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമാണ്? ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ ജീവിതത്തിനോ എത്രത്തോളം ഗുണകരമാണ്? ഇപ്പോൾ നിങ്ങൾ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്? ഈ ലക്ഷ്യം ലഭിക്കുന്നതിന് തടസ്സം എന്താണ്? ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ മറ്റ് വഴികൾ എന്തൊക്കെയുണ്ട്? ഇങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ആ ഉത്തരങ്ങൾ അപ്ലൈ ചെയ്യുക എന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്, നേരിട്ട് മാനിഫെസ്റ്റേഷനിലേക്ക് കടന്നാൽ പോരെ എന്ന്. ഈ പ്രപഞ്ചം ചിലപ്പോൾ നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്ന് കാണിച്ചു തരും. നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ഒരു വഴി നമുക്ക് പെട്ടെന്ന് കാണിച്ചു തരും. എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഒരാളെ അതിയായി സ്നേഹിക്കുന്നു, വീട്ടിൽ പറഞ്ഞ സമയത്ത് എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹം ഇത്ര പെട്ടെന്ന് സഫലമായോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇനി ലഭിക്കാത്ത വണ്ണം നമ്മിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയാൽ, ഉദാഹരണത്തിന് എന്തെങ്കിലും കുടുംബകലഹമോ മറ്റെന്തെങ്കിലും വന്ന് ആ ബന്ധം തകർന്നാൽ നമ്മൾ പൂർണ്ണമായും നിരാശപ്പെട്ടു. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ മറ്റു വഴികൾ കണ്ടെത്തി വെച്ചിട്ടുണ്ടല്ലേ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മറികടക്കാനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചു വെക്കുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് മാനിഫെസ്റ്റേഷനിലേക്ക് കടക്കാം. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പോ ഉണർന്നു കഴിഞ്ഞാലോ ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണ്ട ഔട്ട്കം എന്താണോ അതിനെ പ്രസൻറ്റ് ടെൻസിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസിൽ പോസിറ്റീവായി കൃത്യമായി മനസ്സിൽ കാണാൻ ശ്രമിക്കുക. ഇത് മനസ്സിൽ സൂം ചെയ്ത് നോക്കിയാൽ വളരെ കൃത്യമായി സൂമായി ക്ലാരിറ്റിയോടെ കാണാൻ സാധിക്കണം. അറ്റ് പ്രസൻറ്റിൽ ഇത് ലഭിക്കുമ്പോൾ എന്ത് ഫീലാണോ നിങ്ങൾക്ക് ഉണ്ടാവുക അതേ ഫീൽ മനസ്സിൽ കൊണ്ടുവരിക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. ഇങ്ങനെയാണ് ഒരു ലക്ഷ്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത്. എൻ്റെ ചെറിയ ഒരു ചാനലാണ്, എന്നാൽ എനിക്കറിയാം മോട്ടിവേഷൻ്റെ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരുപാട് ചാനലുകളുണ്ടെന്ന്. അതിൽ നിന്ന് എൻ്റെ ചാനൽ കാണാൻ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.